ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളായി വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ട് നമുക്കിന്നങ്ങനെ ഫാബ്രിക് ഗിഫ്റ്റ് റാപ്പിംഗ് ചെയ്യുന്നത് നോക്കിയാലോ. ബൈ. എടുത്തേക്കുന്ന ക്ലോത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ അളവ് നോക്കിയിട്ടില്ല. അതായത് നമ്മളെടുക്കുന്ന ഗിഫ്റ്റ് ബോക്സ് ഒരു 2 പ്രാവശ്യമെങ്കിലും ഫുള്ളായിട്ട് കവറാവുന്ന സൈസിൽ വേണം ക്ലോത്ത് എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ക്ലോത്ത് എടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ 4 ഭാഗവും കൂടി ഒരുപോലെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ടൈറ്റ് നമ്മുടെ ബോക്സിൻ്റെ സൈസാക്കി ടൈറ്റ് ചെയ്തതിന് ശേഷം 4 ഭാഗം കൂടി ഒരുമിച്ച് കൂട്ടി പിടിച്ച് റബ്ബർ ബാൻഡോ കേബിൾ ടൈയോ അല്ലെങ്കിൽ ചരട വെച്ച് കെട്ടുക. ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യണത് കേബിൾ ടൈ ആണ്. കാരണം എന്താ വെച്ചാൽ കേബിൾ ടൈ പൊട്ടില്ല. മറ്റ് ചരടോ റബ്ബർ ബാൻഡോ നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്, പിന്നെ ലൂസായി പോകാൻ ചാൻസ് കൂടുതലാണ്. കേബിൾ ടൈ ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് വിശ്വസിച്ച് ചെയ്യാം. അതങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ 4 ഭാഗം, അതായത് ഈ ബോക്സിൻ്റെ 4 സൈഡും ക്ലോത്ത് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആ ലൂസായ ക്ലോത്ത് 4 ഭാഗവും വലിച്ച് ടൈറ്റ് ചെയ്ത് ബോക്സിൻ്റെ ആ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ബാക്കി കിടക്കുന്ന തുണി ഇതുപോലെ അതിൻ്റെ ചെറിയ കഷ്ണം തുണികളെല്ലാം ഉള്ളിലേക്കാക്കി വലിയ തുണി പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ മടക്കി ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പിരിക്കുന്നു. പിരിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പിരിച്ച് മുകളിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലേക്ക് അതിങ്ങനെ ചുറ്റിക്കൊണ്ടുവന്നിട്ട് ഗ്ലൂഗൺ വേണം ഉപയോഗിക്കാൻ. ഗ്ലൂഗൺ ഉപയോഗിച്ച് അതിൻ്റെ ഏറ്റവും അറ്റത്തെ തുമ്പത്ത് നമ്മൾ ഗ്ലൂ തേച്ചിട്ട് പരമാവധി അത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. കാരണം പുറത്ത് അതിൻ്റെ ഗ്ലൂ ഒന്നും ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ആ റൗണ്ടിന് ചുറ്റും നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ചിലപ്പോൾ അതിൽ നൂലൊക്കെ ഇങ്ങനെ പുറത്തേക്ക്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞാൻ 6 ബോക്സാണ് കേട്ടോ അതുപോലെ ചെയ്തേക്കുന്നത്. 6 ബോക്സ് ചെയ്യാൻ ഈ ഒരു സൈസിലുള്ള 6 ബോക്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എടുത്തേക്കുന്നത് ഒരു 4.5 മീറ്റർ തുണിയോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണേ, എന്നാലേ മറ്റുള്ളവർക്കും കൂടെ അത് കാണാനായിട്ട് പറ്റുള്ളൂ, അതുപോലെ ചെയ്ത് നോക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.